ിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അതെ. അതിലിനോട് ആറ്റിങ്ങലാണ് അതിൽ വളരെയേറെ കാലവും ഫോളോ ചെയ്തിട്ടുള്ളത്. അതിലിനോട് ആറ്റിങ്ങൽ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് ചോദിക്കാനുള്ളത്, ആദിൽ നമ്മുടെ കാലാവസ്ഥ വാർത്തയ്ക്ക് എത്തിക്കുന്ന ആളാണ്. കൊടും ചൂടാണ് അതിൽ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി എന്തായിരിക്കും ഈ പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കണക്കുകൂട്ടൽ? രാവിലെ തന്നെ കൂട്ടമായി എത്തി, അതായത് 7 മണിക്ക് തന്നെ ശക്തമായി ഒരു പോളിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഈ ചൂടിൽ? രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൂട്ടുന്നത് രാവിലെ കൂടുതൽ ആളുകൾ എത്തുക, പിന്നീട് വൈകുന്നേരവും എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കണക്കുകൂട്ടുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. കാരണം ഉച്ച സമയത്ത് അതികഠിനമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുക. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പാലക്കാട് ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 11 മണിവരെ നല്ല നിലയ്ക്ക് പോളിംഗ് ഉണ്ടാകും. പിന്നീട് ഒരു 3 മണി കഴിഞ്ഞാൽ പിന്നെ 6 മണിവരെ ഒരു പോളിംഗ് ഉണ്ടാകും എന്നതാണ് നിലവിലെ കണക്കൂട്ടൽ. അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയും. വിനിൻ, എന്തായാലും ആറ്റിങ്ങലിൽ നമ്മൾ ഇന്നലെ സ്ഥാനാർത്ഥികൾ അവസാനവട്ടവും പരസ്പരം കൊമ്പു കോർക്കുന്നതാണ് കണ്ടത്. റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ എത്തിയപ്പോഴും വി ജോയും അടൂർ പ്രകാശും തമ്മിൽ അങ്ങനെ വാക്പോര് നടത്തുന്നത് കണ്ടു. വി മുരളീധരൻ എന്ന അതികായനെ ഇറക്കിക്കൊണ്ടാണ് BJPയും ഇത്തവണ മത്സരം ഘടിപ്പിച്ചിരുന്നത്. ഏറ്റവും അവസാന സമയത്ത് പോലും ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്ന ഏറ്റവും ചർച്ചയായ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആറ്റിങ്ങൽ. ഉറപ്പായും, അതായത് ഇരട്ട വോട്ടിൽ തുടങ്ങിയ തർക്കമാണ് കൊണ്ടും കൊടുത്തു മുന്നേറുകയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ പ്രാപ്തിയും അവരുടെ സംഘടനാ മികവുമൊക്കെ പരിശോധിച്ചാൽ ഒന്നിനൊന്നിന് മെച്ചമാണ് 3 സ്ഥാനാർത്ഥികളും എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് പോരിനിറങ്ങുന്നത്. വി ജോയ് സിറ്റിംഗ് MLA ആണ്. മറുഭാഗത്ത് ഏത് തെരഞ്ഞെടുപ്പിനെയും മാനേജ് ചെയ്യാൻ തക്ക വിധമുള്ള പ്രാപ്തിയുള്ള ഒരു നേതാവാണ് അടൂർ പ്രകാശ്. ഒരു തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടില്ലാത്ത സിറ്റിംഗ് MP അടൂർ പ്രകാശ്. ഒപ്പം കേന്ദ്രമന്ത്രി, മുൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിരുന്ന കേന്ദ്രമന്ത്രി, 1 വർഷമായി ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന വി മുരളീധരൻ. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ മത്സരം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒരു ക്ലാസ് പോരാട്ടമാകുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഫലം എന്താകും എന്നതിനെ സംബന്ധിച്ച് ഒരു മുൻതൂക്കവും ഒരു സാധ്യതയും പ്രവചിക്കാനാകാത്ത അനിശ്ചിതത്വവും ആറ്റിങ്ങലിലുണ്ട് എന്ന് പറയാം. അവസാനവട്ട ചർച്ചകളിലും അവസാനവട്ട നിരീക്ഷണങ്ങളിൽ പോലും ഒരു സൂചനയും ആറ്റിങ്ങൽ നൽകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനം. നമ്മൾ ഈ രാഷ്ട്രീയവും വിവാദവും ഒക്കെ പറയുമ്പോഴും അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ട് എങ്ങോട്ട് പോകുമെന്ന ചോദ്യം പ്രസക്തമാണ്. പ്രത്യേകിച്ച് തീരമേഖലയിലെ പ്രശ്നങ്ങൾ, ഒപ്പം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയത് ഇരട്ട വോട്ടിലാണ്. ഇരട്ട വോട്ട് ആരോപണം ഇന്നലെയും അടൂർ പ്രകാശ് ആരോപിച്ചിരുന്നു. ഇരട്ട വോട്ടുണ്ട്, കള്ളവോട്ടുകളുണ്ട്, അത് ചെയ്ത് CPM ജയിക്കുകയാണ്, ഒരിക്കലും അത് അനുവദിക്കില്ല എന്നതടക്കമുള്ളതാണ് പ്രതികരണങ്ങൾ. പക്ഷേ ഇലക്ഷൻ കമ്മീഷനും ഒപ്പം ജില്ലാ കളക്ടറും അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ പലതരം വിവാദങ്ങൾ, ഒടുവിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ ബന്ധു ബിജു രമേശിനെ CPM പ്രവർത്തകർ തിരുവനന്തപുരത്ത് അരുവിക്കര ഭാഗത്തെ ഒരു കോളനിയിൽ നിന്ന് തടഞ്ഞു വെക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ടായി. അത്തരത്തിൽ വലിയ വിവാദങ്ങളും ചർച്ചകളും വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞാടിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ആരെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. അതിനിന്ന് പൊതുജനങ്ങൾ വിധി എഴുതും എന്നതാണ്. പല നേതാക്കളെ, വയലാർ രവി മുതൽ സുശീല ഗോപാലൻ മുതൽ നിരവധി നേതാക്കളെ, അനിരുദ്ധനടക്കം സമ്പത്ത് വരെ പ്രധാനപ്പെട്ട നേതാക്കളെ ലോക്സഭയിലേക്ക് അയച്ച ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. മണ്ഡലം ഇത്തവണ ആരെ തുണയ്ക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. UDFന് ഒരു സംശയവുമില്ല, കാരണം അടൂർ പ്രകാശ് തന്നെയാണ്. LDFിലേക്ക് വന്നാൽ വി ജോയ് ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് സംഘടനാ സംവിധാനത്തിൻ്റെ പ്രവർത്തനവും, സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെയാണ് CPMൻ്റേത് പ്രവർത്തിച്ചത്. ഒരിടത്തും ഒരു തരത്തിലുള്ള പിഴവും വരാത്ത രൂപത്തിലുള്ള പ്രവർത്തനം CPM നടത്തി. BJP ആകട്ടെ വി മുരളീധരൻ 1 വർഷം മുൻപ് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ മണ്ഡലത്തിലാകെ സ്വാധീനം ചെലുത്തുമെന്ന് കരുതുകയും ചെയ്യുന്നു. ഏതായാലും മണിക്കൂറുകൾ കഴിയുമ്പോൾ പോളിംഗ് ബൂത്തുകൾ സജീവമാകും, ആളുകൾ വോട്ട് ചെയ്യാനെത്തും. പറഞ്ഞതുപോലെ ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ എത്തിത്തുടങ്ങിയോ? ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? എൻ്റെ വോട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെയാണ്, പാലോടാണ്. പോളിംഗ് ഉദ്യോഗസ്ഥർ 5:30 സജീവമാക്കുക. 5:30 മോക്ക് പോൾ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങും. പ്രധാനമായും ഇതിനൊക്കെ പോളിംഗ് ഏജന്റുമാരെത്തും. പോളിംഗ് ഏജന്റുമാർ 5:30 എത്തും. 5:30 എത്തി മോക്ക് പോൾ ചെയ്യണമെന്നതാണ് നിർദ്ദേശം. ഇനി അഥവാ പോളിംഗ് ഏജന്റുമാർ എത്തിയില്ലെങ്കിൽ 5:45 ഉദ്യോഗസ്ഥർ തന്നെ മോക്ക് പോൾ നടത്തും.
50 മോക്ക് പോൾ നടത്തണമെന്നതാണ് പലയിടത്തും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ മോക്ക് പോൾ കഴിയുന്നതോടെ 7 മണിക്ക് തന്നെ വോട്ടിംഗ് തുടങ്ങും എന്നാണ് അറിയിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്പെഷ്യൽ വോട്ട് ആറ്റിങ്ങലിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വി ജോയുടേതാണ്. ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയത് പ്രകാരം അത് 7 മണിക്ക് പെരുങ്കുഴി LP സ്കൂളിൽ തന്നെ വി ജോയ് വോട്ടിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളാണുള്ളത്. അതിൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ്റെ വോട്ട് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. മറ്റ് അടൂർ പ്രകാശിൻ്റെ വോട്ട് അടൂരിലുമാണ്. അതുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥാനാർത്ഥിയുള്ളത് അത് വി ജോയാണ്. രാവിലെ 7 മണിക്ക് തന്നെ വി ജോയ് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുമുള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമുക്കുള്ള രണ്ടാമത്തെ VIP ആദിലാണ്. അതെ, ആദിലാണ്. വി ജോയി കഴിഞ്ഞാൽ പിന്നെ ആദിലാണ് നമ്മുടെ VIP. ഇപ്പോൾ